എനിക്ക് സിനിമയിൽ വന്നിട്ട് പോയ യാത്രകളെക്കാട്ടി ഇഷ്ടം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകൾ തന്നെയാണ്. എനിക്ക് അമ്മാമ്മയോട് ഭയങ്കര സ്നേഹമാണ്. സിനിമയിലൊക്കെ അഭിനയിക്കണം, ഞാൻ നല്ല രീതിക്ക് ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരാളായിരുന്നു അമ്മാമ്മ. പക്ഷെ ആ ഭാഗ്യം അമ്മാമ്മയ്ക്ക് മാത്രമാണ് ഇല്ലാണ്ടായത്. ഞാൻ ഇന്ത്യൻ നമ്മുടെ റെയിൽവേ കാറ്ററിംഗ് സർവീസിൽ ജോലി ചെയ്ത ആളാണ്. ഒരു ബ്ലൂ യൂണിഫോം ഒക്കെ ഇട്ട് ചായക്കെറ്റിലുണ്ടല്ലോ, കെറ്റിലും പിടിച്ചിട്ട് ഭയങ്കര തിരക്കുള്ള വണ്ടിയാണ്. ഈ വണ്ടിയിൽ കൂടെ ഇങ്ങനെ അങ്ങറ്റം വരെ പോവാം. നമുക്ക് ട്രെയിനിൽ ഇങ്ങനെ യാത്രകൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിലെ നമ്മളെ അമ്മാമ്മ കൊണ്ട് നടന്നതും നമ്മൾ കൊണ്ടു കിടന്ന കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു തന്നതും ആഹാരം വാങ്ങി തന്നതും കുറേ സാധനങ്ങൾ പല 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 ഫ്രെയിമുകളായിട്ട് ഇങ്ങനെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വന്നിട്ടുണ്ട്. കരഞ്ഞുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു അത്. വളരെ കുഞ്ഞുനാളിലെ ഈ ഉത്സവപ്പറമ്പുകളിൽ നാടകങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്നുള്ള കാര്യം, പിന്നെ ചില ഉത്സവപ്പറമ്പുകളിൽ പരിപാടികളുമായിട്ട് രക്ഷപ്പെട്ടു പോകുന്ന യാത്രകളൊക്കെ ഉണ്ട്. അത് ഈ ഒരു സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു സ്ഥലം ഉറക്കം വന്നു പോയി, കുറച്ചേരം ഉറങ്ങിയിട്ട് പോകാന്ന് വെച്ചിട്ട് കിടന്നു. കണ്ണൂർ നോക്കുമ്പോൾ ചുറ്റും പോലീസുകാർ. ഞങ്ങളെന്തോ ഒരു കള്ളന്മാരാണ്, കാരണം ഞങ്ങളെ കണ്ടിട്ട് താടിയും മുടിയൊക്കെ വളർത്തി. ഇവനാ അതിലാണെങ്കിൽ ഏകദേശം നല്ല മുടിയൊക്കെ ഉണ്ട്. സത്യം പറയാലോ, എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ വൈഫിനെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എനിക്ക് മിസ് ചെയ്യും. ട്രാവലിസ്റ്റ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സെലിബ്രിറ്റി ഗസ്റ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാളികൾക്ക് വളരെ പ്രിയങ്കരനായ ഒരാളാണ്. ആദ്യ ചിത്രത്തിലെ ആ കഥാപാത്രത്തിൻ്റെ പേര് സ്വന്തം പേരിൻ്റെ കൂടെ ചേർത്ത ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്വാഗതം ചെയ്യാം, അപ്പാനി ശരത്. ഹലോ, ഹായ്, നമസ്കാരം. ട്രാവലിസ്റ്റിലേക്ക് സ്വാഗതം. നമസ്കാരം, താങ്ക് യു. നമ്മളൊരു ട്രാവൽ യൂട്യൂബ് ചാനലാണ്, അറിയാലോ? അതെ, അറിയാം. സാധാരണ സിനിമ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ സിനിമാ കഥകളൊക്കെ സംസാരിക്കാറ്. പക്ഷെ ഇതിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു ശരത്തിൻ്റെ യാത്രകളും അധികം ആൾക്കാർ അറിഞ്ഞു കാണില്ല. സിനിമയെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഷൻ നമുക്ക് ചെയ്യാം, അല്ലേ? തീർച്ചയായും. പക്ഷെ എന്നാലും നമ്മുടെ പ്രേക്ഷകർ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടാവും ശരത്തിൻ്റെ പുതിയ സിനിമയെ പറ്റി അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടൊരു ബേസിക് ഒരു ഐഡിയ കൊടുക്കാം. ഇപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ സിനിമ ഒന്ന് തമിഴിൽ അലങ്ക് എന്ന് പറയുന്ന സിനിമ, അതാണ് തമിഴിലിറങ്ങിയത്. മലയാളത്തിൽ ജങ്കാർ എന്ന് പറയുന്ന സിനിമ ഇപ്പം അനന്തൻകാട് ഇറങ്ങാൻ പോകുന്ന പടം. ജങ്കാർ ഇപ്പം നിയർ തിയേറ്ററിൽ നന്നായിട്ട് പോയി. ഇപ്പം നെക്സ്റ്റ് അനന്തൻകാടാണ് ഇപ്പോൾ അടുത്തത്. അപ്പം സിനിമ ലൈഫ് ഇങ്ങനെ നന്നായി പോകുന്നു. യാത്രകളും ഈ സിനിമ ഷൂട്ടും ഇതൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു? പ്രത്യേകിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾക്ക്. ആക്ച്വലി സിനിമ എന്ന് പറയുന്നതേ ഒരു യാത്രയാണ്. ലൊക്കേഷൻ, അതെ, തീർച്ചയായും. ഇപ്പം ദൂരെയുള്ള ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ഷൂട്ടിങ് എവിടെയാണെന്ന് ആദ്യം ചോദിക്കുക, എവിടെയാണ് ലൊക്കേഷൻ എന്നറിയുമ്പോൾ കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാനും പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവും അവിടെ. അങ്ങനെ എപ്പോഴും യാത്ര ചെയ്ത് ഷൂട്ട് ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ബോറടിക്കാറില്ല എപ്പോഴും. ഈ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴേ ഇപ്പോൾ അവിടുത്തെ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ അവരൊക്കെ കമ്പനി ആവുമല്ലോ, പിന്നെ അവിടെ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ട്രാവൽ പ്ലാൻ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ലൊക്കേഷനിൽ നിന്ന് തിരിച്ച് റൂമിലോട്ട് വരില്ലേ, ആ സമയത്ത് നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് ചിലപ്പോൾ ഇറങ്ങി ചായ കുടിക്കാനായിട്ടും അല്ലെങ്കിൽ കറങ്ങാൻ പോകാനൊക്കെ ഇടയ്ക്ക് പോകാറുണ്ടെന്നുള്ളല്ലാതെ ആ പരിസരം വിട്ട് പോകാറില്ല. ഷൂട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് 2-3 days ഒക്കെ ബ്രേക്ക് വരുമ്പോൾ എവിടെയെങ്കിലൊക്കെ യാത്രകൾ പോകാറുണ്ട്. ഫ്രണ്ട്സായിട്ടും പടത്തിലെ ഡയറക്ടറായിട്ടൊക്കെ ചേർന്നിട്ട് എവിടെയെങ്കിലൊക്കെ യാത്ര പോകാറുണ്ട്. ഈ യാത്രയോടുള്ള ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അധികം ആൾക്കാർക്ക് അറിയില്ല എന്നുണ്ടല്ലേ ശരത്തിൻ്റെ? അതെ, അത് നമ്മളിപ്പോ സംസാരിച്ചപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്. കുറെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഒരുപാട് യാത്ര ചെയ്യുന്ന എനിക്ക് മനസ്സിലായി. പക്ഷെ യാത്രകളൊക്കെ തുടക്കം എവിടെയായിരുന്നു? ഒരു യാത്രകളുടെ തുടക്കം എന്ന് പറയുമ്പം വളരെ കുഞ്ഞുനാളിലെ നമുക്ക് യാത്രകൾ പോകാൻ ഇഷ്ടമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് എന്നെ യാത്രകൾക്ക് കൊണ്ടുപോയിട്ടുള്ളത് എൻ്റെ അമ്മയുടെ അമ്മാമ്മ ആണ്. അപ്പോൾ അമ്മാമയ്ക്കൊപ്പമാണ് കൂടുതൽ യാത്രകൾ. വളരെ ചെറുതിലെ എന്നെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകും. ബസ്സിലാണ് കൂടുതൽ യാത്ര ചെയ്യാറ്. അപ്പോൾ അത് തന്നെയാണ് മറക്കാൻ കഴിയാത്ത ഓർമ്മകളുള്ള കുഞ്ഞുനാളിലെ യാത്ര. പിന്നെ കുഞ്ഞുനാളിലെ യാത്ര എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഓർമ്മയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ മറക്കാൻ കുറച്ച് കാഴ്ചകൾ എടുക്കണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മറക്കാൻ പറ്റാത്ത കുറച്ച്? ഞാൻ വളരെ കുഞ്ഞുനാളിലെ ഈ ഉത്സവപ്പറമ്പുകളിൽ നാടകങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്നുള്ള കാര്യം അറിയാലോ, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള യാത്രകൾ എനിക്ക് വലിയധികം ഒരു വിസ്മയം തരുന്നൊരു ഒത്തിരി കാഴ്ചകൾ, ഒത്തിരി കുറേ കളിപ്പാട്ടങ്ങളും കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. എൻ്റെ മുഖത്ത് അപ്പോഴും മേക്കപ്പ് കിടക്കും. ഞാൻ ഈ നാടകം ഇതൊക്കെ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുള്ള സമയത്താണ് ഇരിക്കുമല്ലോ ഇതൊക്കെ വാങ്ങാനൊക്കെ ഇറങ്ങുന്നത്.
അപ്പം അമ്മാമ്മയുടെ കൈയൊക്കെ പിടിച്ചിട്ട് ഇതൊക്കെ ഈ വാങ്ങലും അങ്ങനെയുള്ള തിക്കും തിരക്കിലൊക്കെ പെട്ടിട്ടുള്ള യാത്രയൊക്കെ വളരെ ഓർമ്മയിലുള്ള യാത്രകളാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ദൂരയാത്രകളൊന്നും അങ്ങനെ പോയിട്ടില്ല. അന്നല്ലേ ഇല്ല ഇല്ല ഇല്ല. അത് തിരുവനന്തപുരത്തായിരുന്നല്ലോ വീട്? തിരുവനന്തപുരത്ത് അരുവിക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് തന്നെ കറങ്ങി കാണാൻ ഒരുപാട് സമയം എടുക്കും. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ് എൻ്റെ നാട്. തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര എന്ന് പറയുന്ന ഗ്രാമം വളരെയധികം ഭംഗിയുള്ള ഗ്രാമമാണ്. അതായത് അരുവിക്കര ഡാം, അരുവിക്കര ഒരു പുഴയുണ്ട്. ഈ പുഴയെന്ന് വെച്ചാൽ അഗസ്ത്യാർ കൊടുത്തിന്ന് വരുന്ന വെള്ളമാണ്. അപ്പം ഭയങ്കരമായിട്ട് കാണാൻ ഒരുപാടധികം കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ എൻ്റെ നാട് തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര. ആ നാട്ടിലത്തെ ചെറിയ കൊച്ചുനാളത്തെ യാത്രകളും തുടങ്ങിയിട്ട് ഒത്തിരി ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വലുതായിട്ട് ഇപ്പം നാടകങ്ങളിലൊക്കെ അഭിനയിക്കാൻ പോയി തുടങ്ങി, കയ്യിൽ കുറച്ച് പൈസയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ യാത്രകളുടെ ഒരു മോഡൊക്കെ മാറിക്കാണല്ലേ? നാടക വണ്ടികളിലുള്ള യാത്രകളായിരുന്നു അപ്പോഴും ഓർമ്മയിൽ. ശരിക്കും ഒരു ടെമ്പോ ട്രാവലറിൽ ഞാൻ കൂടാതെ തന്നെ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആക്ടേഴ്സും ഡയറക്ടറൊക്കെ ചേർന്നിട്ടുള്ള ഒരുമിച്ചൊരു വണ്ടിയിലുള്ള യാത്രയുണ്ടല്ലോ. അവിടെ ആ വണ്ടിയിൽ തന്നെയായിരുന്നു ഭക്ഷണവും, ആ വണ്ടി തന്നെ ആൾക്കാർ ചോളിലൊക്കെ ചെരിഞ്ഞിടന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആ വണ്ടിക്കകത്ത് തന്നെയാണ് മേക്കപ്പും. അങ്ങനെയുള്ള കുറേ യാത്രകൾ പോയിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കേരളം മാത്രമാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ അങ്ങനെ വണ്ടികളിൽ യാത്രകൾ ചെയ്ത് നാടകം ചെയ്യാനും, തെരുവ് നാടകങ്ങൾ കൂടുതലും തെരുവ് നാടകങ്ങൾ ചെയ്യുമ്പോൾ പല സ്ഥലങ്ങൾ, ഇപ്പം നമ്മൾ രണ്ടുപേരും യാത്രകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എറണാകുളം ജില്ലയിൽ പോലും കാണാത്ത സ്ഥലങ്ങൾ ഇനിയും ബാലൻസ് ഉണ്ട് നമുക്ക്. അതൊന്നും കാണാതെയാണ് നമ്മൾ ഫ്ലൈറ്റ് കൊടുത്ത് പല രാജ്യത്തോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പം ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്ഥലങ്ങളിലും ഈ നാടകങ്ങളുടെ ഭാഗമായിട്ടുള്ള യാത്രകൾ വളരെ രസകരമായിരുന്നു. ആ യാത്രകളൊക്കെ നമുക്ക് യാത്രകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ അനുഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാരെ കണ്ടുമുട്ടിയതായിരിക്കും, അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് നല്ലതായിരിക്കാം, ചിലപ്പോൾ മോശമായിരിക്കാനുള്ള അനുഭവങ്ങളായിരിക്കുമല്ലോ. അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒത്തിരി ഉണ്ട് അങ്ങനെ. നമ്മൾ ഓരോ യാത്രകളിലും നമുക്ക് കാണുന്ന ആൾക്കാരും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. ഒത്തിരി ഉണ്ട്. ഞാനൊരിക്കൽ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഒരു നാടകം ചെയ്യാനായിട്ട് ഒരു മലപ്പുറം ഭാഗത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ യാത്രയിൽ വെച്ചിട്ട് വളരെ യാദൃച്ഛികമായിട്ടൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ഞാൻ അദ്ദേഹവുമായിട്ട് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു. വളരെ കുറച്ച് നേരം മാത്രമേ സംസാരിച്ചുള്ളൂ അദ്ദേഹമായിട്ട്. പക്ഷെ അദ്ദേഹം ഒരു കഥകളി അധ്യാപകനായിരുന്നു കലാമണ്ഡലത്തുള്ള. അദ്ദേഹത്തിൻ്റെ കുറേ ജീവിച്ചു വന്ന സാഹചര്യങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് ചെറുപ്പക്കാരനാണ്, ഇത്രയും മറ്റുള്ളവരെല്ലാം പലതരത്തിലുള്ള കോഴ്സുകൾ പഠിക്കുമ്പോൾ അദ്ദേഹം കഥകളി ചൂസ് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന്. അപ്പോൾ ഞാനൊരു നാടകക്കാരനായതുകൊണ്ട് തന്നെ എന്നോട് വളരെയധികം അടുപ്പം അദ്ദേഹം കാണിച്ചു. അങ്ങനെ കുറച്ച് നേരം അടുത്ത സ്റ്റോപ്പ് വരെ അദ്ദേഹമായിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റി. ആ ഒരു റിലേഷൻഷിപ്പ് പിന്നീടും കുറേ നാൾ അത് ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ഒരു കൊല്ലത്തുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോഴും കഥകളികൾ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല യാത്രയിലും ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട്. ഈ നാടക വണ്ടിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നാടക വണ്ടിയിലെ യാത്രകളിൽ ഇത് രാത്രികളിലൊക്കെയുള്ള യാത്ര ഉണ്ടാവും, വഴിതെറ്റിപ്പോവുക, പിന്നെ ചില ഉത്സവപ്പറമ്പുകളിൽ പരിപാടികളുമായിട്ട് രക്ഷപ്പെട്ടു പോകുന്ന യാത്രകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ അത് ഈ ഒരു സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോയി. പ്രോഗ്രാം ചെയ്യാൻ ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്കുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോയി. അവിടെ എത്തി. ഞാൻ ഡാൻസ് കൊച്ചു കുട്ടികളാണ്, അപ്പോൾ ഡാൻസാണ് ചെയ്യുന്നത്. അപ്പോൾ ഡാൻസൊക്കെ ചെയ്യാനുള്ള മേക്കപ്പൊക്കെ ഇട്ടു. ഞങ്ങൾ ഫസ്റ്റ് ഡാൻസ് കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു ഡാൻസിലേക്ക് കിടക്കുന്ന സമയത്ത് സ്റ്റേജിലിരുന്നൊരു ബോക്സ് ഒരാളുടെ കൈ തട്ടി തറയിൽ വീണു. അപ്പോൾ അതിലൊരു ഡാൻസിൻ്റെ സീനിൽ ഇതില്ലേ, നമ്മുടെ ഫയർ ഊതി വിടണം. അപ്പോൾ ഒരാളിങ്ങനെ ഫയർ ഊതി വിട്ടു. അപ്പം അദ്ദേഹം തന്നെയാണ് സ്റ്റേജിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഓടി വന്നിട്ട് ഫയർ ഇങ്ങനെ ഊതി വിടേണ്ടത്. സാധാരണ നിലയിൽ രണ്ട് സൈഡിലും രണ്ടുപേരാണ് നിൽക്കേണ്ടത്. പക്ഷെ അന്ന് ഒരാളെ ബഡ്ജറ്റ് കുറവാണല്ലോ, അയാൾക്ക് വയ്യ, ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ആ ഉത്തരവാദിത്വം കൂടി എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ ഏറ്റെടുത്തു. ഓവർ കോൺഫിഡൻസിൻ്റെ പുറത്ത് ഏറ്റെടുത്തു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം നല്ലൊരു എമൗണ്ടിന് കിട്ടിയൊരു പ്രോഗ്രാമായിരുന്നു. പ്രോഗ്രാം തുടങ്ങി. ഇത് ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇത് ഊതി സക്സസ് ആയി. സെക്കൻഡ് അങ്ങോട്ട് ഓടുന്നതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ കൈ തട്ടിയിട്ട് സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നൊരു കുറച്ച് ബോക്സ് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മണ്ടയിൽ കുറച്ച് ആംപ്ലിഫയർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആംപ്ലിഫയർ ഇങ്ങനെ തറയെ വീണു. ശബ്ദം കേട്ട് ഭയങ്കര പ്രശ്നമായി.
ഞങ്ങൾ നേരെ കമ്മിറ്റിക്കാർക്കെതിരെ തിരിഞ്ഞു. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? സ്റ്റേജിൻ്റെ ഈ സ്ഥലമാണോ ഈ ബോക്സ് കൊണ്ട് ആംപ്ലിഫയർ കൊണ്ട് കിട്ടിയേക്കേണ്ടത്? നിങ്ങൾ എന്ത് ഇതാ കാണിക്കുന്നത്? ഞങ്ങൾ അവരെ വഴക്ക് പറഞ്ഞു, സൗണ്ടുകാരെ വഴക്ക് പറഞ്ഞു. അപ്പോൾ സൗണ്ടുകാർ ഞങ്ങളോട് ക്ഷമ പറഞ്ഞു, ക്ഷമിക്കണം മനഃപൂർവ്വം അല്ല എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഇങ്ങനെ വയ്ക്കില്ല, നിങ്ങളൊരു കയറെടുത്ത് കെട്ടി വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം തന്നെ എവിടെ നിന്ന് ഒരു കയറെടുത്തോണ്ട് വന്നിട്ട് ഇത് മുഴുവൻ കെട്ടി, ഏറ്റവും താഴെ നിന്ന് തൊട്ട് മുകളിൽ വരെ ഒരു വലിയ കയർ കെട്ടി വെച്ചു. എന്നിട്ട് വീണ്ടും നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്തു, കമ്മിറ്റിക്കാരുടെ പ്രശ്നം കാരണം പരിപാടിയിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഖേദം കൊണ്ട് പരിപാടി ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആരംഭിച്ചു. സെയിം ആദ്യം ഒരു ആംപ്ലിഫയറെ വീണോണ്ടായിരുന്നു. ഇത് സ്റ്റേജിൽ ഈ ആംപ്ലിഫയർ ബോക്സും ഇതെല്ലാം കൂടെ മറിഞ്ഞ് വീണ് ലാസ്റ്റ് കിട്ടിയ പൈസയും എക്സ്ട്രാ കുറച്ച് പൈസയും കടം പേടിച്ച് കമ്മിറ്റിക്കാർക്ക് തിരിച്ചു കൊടുത്തിട്ട് ഉള്ള വണ്ടിയിൽ കയറി പോയി. അപ്പോൾ ആ വണ്ടിയിൽ എങ്ങനെ കയറിയെന്ന് ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അമ്മാതിരി ബഹളമായിരുന്നു ആ ഉത്സവക്കാരൻ ഞങ്ങളെ കാണിച്ചത്. അപ്പം അങ്ങനെയുള്ള രസകരമായിട്ടുള്ള ചിരിക്കാവുന്ന ഒരുപാടധികം തമാശകൾ ഈ പറഞ്ഞ പ്രോഗ്രാം വണ്ടികളിൽ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓർമ്മയിൽ എടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് അങ്ങനെ. അല്ല, അത് ഭയങ്കര രസമാണ്. കാരണം ഇത് എല്ലാവർക്കും കിട്ടുന്ന അനുഭവമല്ല. ഇത് ഈ നാടകം എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ സമയത്തിൻ്റെ കാര്യമുണ്ട്. 9 മണി പറഞ്ഞാൽ 10-11 മണിയാവും പ്രോഗ്രാം സ്ഥലത്ത് എത്താൻ. എന്നിട്ട് വേണം സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് വേണം അടുത്ത പരിപാടിക്ക് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ സമയം ബാലൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഒരു ദിവസം 2 നാടകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാടകം കഴിഞ്ഞിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് എത്താൻ. അതൊക്കെ ഒരു രസകരമായിട്ടുള്ളൊരു, നമ്മൾ വിളിച്ചു പറയും എത്താറായി ഇതാ വളവെത്തി അങ്ങനെയൊക്കെ ഒരുപാട് രസകരമായിട്ടുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. ഈ നാടകത്തിന്റെ യാത്രകളിൽ നിന്ന് അത് ഏതെങ്കിലും ട്രൂപ്പുകൾ ഏതൊക്കെയായിരുന്നു? ഒരുപാട് ട്രൂപ്പ്. തിരുവനന്തപുരത്ത് കലാമന്ദിരം ഒരുപാടായിരുന്നു തുടക്കം. പിന്നെ ഒരുപാടധികം നാടക സമിതികൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ. അതിലേതെങ്കിലും നാടകം ഇപ്പം ഞാൻ അഭിനയിച്ചതിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ അന്നത്തെ നാടകങ്ങളിൽ? അങ്ങനെ ഇല്ല. ഞാൻ യാത്ര എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ആദ്യം വരുന്നൊരു നാടകം എന്ന് പറയുന്നത് സൈക്ലിസ്റ്റ് എന്നൊരു ഡ്രാമ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ വഴിത്തിരിവുണ്ടാക്കിയൊരു ഡ്രാമയാണ്. അതിലെ ക്യാരക്ടറും അഭിനയമാണ്. ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം തൻ്റെ ബൈസൈക്കിളിൽ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. നമ്മുടെ തന്നെ ഒരു അതെ. അപ്പം ഞാൻ ഈ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഈ നാടകത്തിന് അങ്ങനെ ഒരു ട്രാവലിംഗ് സ്വഭാവമുണ്ട്. അയാൾ സൈക്കിളിൽ യാത്ര പോകുമ്പോൾ കാണുന്ന പല ആൾക്കാരും, മഴ പെയ്യും, അപ്പം മഴയത്ത് കയറി നിൽക്കുമ്പോൾ കാണുന്ന പരിചയപ്പെടുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാടധികം കഥാപാത്രങ്ങളിലൂടെയാണ് ആ നാടകം അവസാനിക്കുന്നത്. അതാ യാത്ര എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നൊരു നാടകം ഞാൻ അഭിനയിച്ച സൈക്ലിസ്റ്റ് എന്ന് പറയുന്ന നാടകമാണ്. അത് എൻ്റെ ഒരു ഞാൻ മാത്രം സോളോ പെർഫോമൻസ് ആയിരുന്നു ആ നാടകം. അതെ. ഈ സ്ട്രീറ്റ് പ്ലേസ് എന്ന് പറയുന്നത് അത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നതാണോ അതും ഒരു ടീമിൻ്റെ? അല്ല, നമ്മൾ ടീമുണ്ട്. സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു, പക്ഷെ കൂടുതലും നമ്മൾ ടീം ഉണ്ടായിരുന്നു. സ്വന്തം ടീമും ഉണ്ടായിരുന്നു, അല്ലാതെ പുറത്തെ ടീമിലും പെർഫോം ചെയ്യാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നാടകം മാത്രമായിരുന്നു വരുമാനം? അതെ. അല്ലെങ്കിലും നാടകം മാത്രം തന്നെയായിരുന്നു. സിനിമയിൽ എത്തുന്നവരെയും നാടകം എന്നതിനപ്പുറം ആർട്ട്, കല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെയായിരുന്നു അഭിനയം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആർട്ടിൽ തന്നെ മറ്റെന്തെങ്കിലും. ഇപ്പം ഞാൻ സ്കൂളുകളിൽ കുട്ടികളെ അഭിനയം പഠിപ്പിക്കാൻ പോകുമായിരുന്നു, തിയേറ്റർ വർക്ക്ഷോപ്സ് എടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. പിന്നെ കലോത്സവങ്ങൾക്ക് വളരെ സജീവമായി തന്നെ എല്ലാവരെയും നാടകവും മൈമൊക്കെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അതൊക്കെ തന്നെയായിരുന്നു ഉപജീവന. ജഡ്ജിമെന്റ്, ഇതൊക്കെ തന്നെയായിരുന്നു ഒരു സമയത്തുള്ള നമ്മുടെ ഏറ്റവും വലിയ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. നാടക വണ്ടിയിൽ നിന്ന് എപ്പോഴാണ് പിന്നെ ഒരു മോഡ് മാറുന്നത് യാത്രയുടെ? ഞാൻ ആദ്യമായിട്ട് വാഹനം വാങ്ങുന്നത് ഒരു ബൈക്കാണ്. സ്വന്തമായിട്ട് വാങ്ങുന്ന വാഹനം മാക്സ് 100 ബൈക്ക്. ഈ ബൈക്കിന്റെ അറിയാലോ, മാക്സ് 100ന്റെ ശബ്ദമൊക്കെ ഒരു വേറെ മൂടി ശബ്ദമാണല്ലോ. അപ്പം അത് അയൽവക്കത്താണെങ്കിലും ഞാൻ ആ അരുവിക്കര പഞ്ചായത്തിൽ എവിടെ വന്നാലും അറിയാൻ പറ്റും. അവൻ പോയി. പിന്നെ സ്കൂള് വിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ അതെ, ഈ ബൈക്കുമായിട്ടാണ് നമ്മളുടെ ഒരു ആ നാട്ടിലുള്ള എല്ലാവരെയും കാണിക്കാനായിട്ടുള്ളൊരു കറക്കവും കാര്യങ്ങളും. അങ്ങനൊരു ആ ബൈക്ക് പെട്ടെന്നൊന്നും സ്റ്റാർട്ടാവാൻ ഇച്ചിരി മടിയും, എന്നാൽ ഇടയ്ക്ക് സ്റ്റാർട്ടായാൽ പെട്ടെന്ന് ഓഫാവുന്ന വണ്ടിയും വേണം. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ രാവിലെ വണ്ടി തള്ളി കുറച്ച് ഇറക്കത്തിലൊക്കെ കൊണ്ട് സ്റ്റാർട്ടൊക്കെ ചെയ്ത് സെക്കൻഡിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തൊക്കെ പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ബൈക്കിന് ശേഷം ആദ്യം ബൈക്ക് മാക്സ് 100, പിന്നെ ഡിസ്കവർ എന്നൊരു ബൈക്ക് വാങ്ങിച്ചു. ഇത് രണ്ടുമാണ് എൻ്റെ ബൈക്ക് വാങ്ങാനുണ്ടായ ഒരു കാര്യങ്ങൾ. പിന്നെ കൂടുതലും സമയം ബസ്സും ട്രെയിനും ആയിരുന്നു എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്തിട്ടുള്ളത്. ട്രെയിൻ, ബസ് നമുക്ക് ആൾക്കാരെ കൂടുതൽ കാണാൻ പറ്റും. അതെ. ട്രെയിൻ യാത്ര ഒത്തിരി ചെയ്തിട്ടുണ്ട്. ട്രെയിൻ യാത്രകളിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരുപാട് യാത്രകൾ, ഒത്തിരി. ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്ത ആളും കൂടെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെയിൽവേയിൽ ഞാൻ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് സർവീസിൽ ജോലി ചെയ്ത ആളാണ്. ഞാൻ
ഈ നാടകത്തിനൊപ്പം തന്നെ. ആ. ആ സമയത്ത് തിരുവനന്തപുരം മുതൽ നമ്മൾ ഡൽഹി വരെയുള്ള കേരള എക്സ്പ്രസിൻ്റെ അകത്താണ് എൻ്റെ കൂടുതൽ അതിലെങ്ങനെയാ സമയം. നമ്മളിവിടെ കയറി കഴിഞ്ഞാൽ ആ ട്രെയിൻ അവിടെ പോയി ഇറങ്ങുന്നവരെ ജോലി ചെയ്യണം. തിരിച്ചതേപോലെ അവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ ജോലി ചെയ്യണം. അപ്പം ആ ഒരു യാത്രയുണ്ട്. അത് വളരെ ഭയങ്കര സന്തോഷമുള്ള യാത്രയാണ്. കാര്യം ഒന്ന്, നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട. രണ്ട് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ബ്ലൂ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ചായ കെറ്റിലുണ്ടല്ലോ, കെറ്റിലും പിടിച്ചിട്ട് നമ്മൾ ഈ ഭയങ്കര തിരക്കുള്ള വണ്ടിയാണ്. ഈ വണ്ടിയിൽ കൂടെ ഇങ്ങനെ അങ്ങറ്റം വരെ പോവാം, അങ്ങറ്റം വരെ തിരിച്ചു വരാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ സമയം കിട്ടുന്നൊരു സമയമുണ്ട്, ഈ റിലാക്സ് ആവാൻ കിട്ടുന്ന സമയമുണ്ട്. ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഓരോ കാണാത്ത സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരുപാടധികം. പിന്നെ ഡൽഹിയിൽ എത്തിയതിന് ശേഷമുള്ള അവിടെ കുറച്ച് കറക്കം, പിന്നെ അവിടെ നിന്നുള്ള തിരിച്ചുള്ള യാത്ര. ഇത് മാസത്തിൽ 2 തവണ ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ആ ഒരു യാത്ര മനസ്സിൽ മറക്കാനാവാത്തൊരു കുറെ എക്സ്പീരിയൻസ് തന്നൊരു യാത്ര. ഭയങ്കര രസമാണല്ലേ ഈ ട്രെയിനിലുള്ളത്. അതെ, എല്ലാവർക്കും പറയും ട്രെയിൻ യാത്ര, നമ്മൾ വന്നിരിക്കുന്ന ട്രെയിൻ യാത്ര ഭയങ്കര രസമാണ്, ട്രെയിനിൽ ഇങ്ങനെ 2-3 ദിവസം കയ്യിലിരിക്കാം. ഇത് അതിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക്, കാണുന്ന ആൾക്കാരും സത്യം. നമുക്ക് പകൽ സമയമൊന്നും നമുക്ക് വെറുതെ ഇരിക്കാൻ ടൈം കിട്ടില്ല, മുഴുവൻ ജോലിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്ത് അങ്ങനെ ഇരിക്കും. അങ്ങനെ അതൊരു ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരുപാട് ഓർമ്മകൾ തരും ആ സമയത്ത്. നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഒരുപാട് ദൂരം യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ അടുത്തുള്ള ആൾക്കാരെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുന്നേ ഞാൻ, അതായത് 2 ഇയർ മുമ്പ് ഞാനൊരു യാത്ര പോയി ഹിമാചലിൽ. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, സോളോ ട്രിപ്പാണ് അടിച്ചത്. സിനിമയിലേക്ക് എത്തിയതിന് ശേഷം. അപ്പം യാത്ര പോയി. ഞാൻ ഡൽഹി ചെന്നു റൂം എടുത്തു. അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റിലായി. അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ അന്നേ ദിവസം വൈകുന്നേരത്തെ ബസ്സിൽ ഹിമാചലിലേക്ക് പോകണം, മണാലിക്ക് പോകണം. അപ്പം ബസ്സിൽ കയറാൻ വേണ്ടി പോയപ്പോൾ ഒന്നാമത്തെ എനിക്ക് പെട്ടെന്ന് ഭാഷ ഹാൻഡിൽ ചെയ്യാൻ വെച്ച് ബുദ്ധിമുട്ടാണ് ഈ ഹിന്ദിയൊക്കെ. അപ്പം ഞാനത് അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. ഞാൻ ഭയങ്കര വിഷമിച്ച് എന്താ ചെയ്യുക, ഏത് ബസ്സാണെന്ന് പിടുത്തം കിട്ടില്ല. അങ്ങനെ ആകെ വിഷമിച്ചിരുന്നപ്പോൾ തൊട്ടപ്പുറത്ത് മാറിയിട്ട് ഒരു ചേട്ടനും ഒരു വൈഫും, അച്ഛൻ്റെ ഒരു വൈഫും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ തമിഴാണ് സംസാരിച്ചിരുന്നത്. അപ്പം എനിക്ക് തമിഴ് നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഞാൻ. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ വീട്ടിൽ രേഷ്മ എൻ്റെ വൈഫും മക്കളും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര പോകുന്നത്. അതിൻ്റേതായ ഒരു പരിഭവം അവർക്കും ഉണ്ട്, എനിക്ക് ഒട്ടുമേ ഇല്ല. ആ സമയം വരെ ഞാൻ ഇവരെ കണ്ടു. ഇവരുടെ അടുത്ത് ഞാൻ പോയി ചോദിച്ചു എങ്ങോട്ടാണ് യാത്ര എന്നൊക്കെ ചോദിച്ചപ്പം ഇവരെന്നോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറി. ആ ചേട്ടനും ചേച്ചിയും കുഞ്ഞും. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സ്ഥലത്തേക്ക്. അവർ എൻ്റെ ബസ്സിൽ തന്നെ അങ്ങോട്ടുള്ള യാത്രയിലാണ്, എൻ്റെ കൂടെയുള്ള യാത്രയിൽ തന്നെയായിരുന്നു അവർ. അതെ. അപ്പം അദ്ദേഹത്തിന് എന്നെ അധികം മനസ്സിലായില്ല. പക്ഷെ ഞാൻ ബസ്സിൽ കയറി ഇരുന്നപ്പോൾ കുറേ അധികം മലയാളികൾ ആ ബസ്സിൽ വന്നു. അവരെല്ലാവരും എന്നോടൊപ്പം ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ ഇയാൾക്ക് മനസ്സിലായി. എൻ്റെ കാക്കിപ്പട എന്ന് പറയുന്ന സിനിമ ഇദ്ദേഹം 2-3 തവണ യൂട്യൂബിലൊക്കെ പല സീനുകളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇയാളാണോ എന്ന് ചോദിച്ച് കണക്ട് ചെയ്തിട്ട് പിന്നെ എൻ്റെ തമിഴ് സിനിമകളൊക്കെ ആ സെക്കൻഡിൽ തന്നെ അദ്ദേഹം ബസ്സിൽ ഇരുന്നെല്ലാം നോക്കി. ഞാൻ ഇയാളോട് ഭയങ്കര സൗഹൃദമായി, ബസ്സിൽ വെച്ച് വളരെ സൗഹൃദമായി. ഇത് എൻ്റെ തൊട്ടടുത്തിന് അദ്ദേഹം ഇരിക്കുന്നത്, വൈഫും കുഞ്ഞും ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ശരത് എന്താ ഒറ്റയ്ക്ക് എന്ന് ചോദിച്ചു. കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞു വൈഫുണ്ട്, മക്കളുണ്ട്, എന്താ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ എനിക്ക് തോന്നി, അങ്ങനെ ഒരു ഒറ്റയ്ക്കൊരു യാത്ര എനിക്ക് തോന്നി. കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനും കഴിഞ്ഞ തവണ ഒറ്റയ്ക്കാണ് വന്നേ. അന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവരെ കൊണ്ട് ഇവിടെ കാണിക്കണമെന്നുള്ളത്, വൈഫിനെയും മക്കളെയും കുഞ്ഞിനെയും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുവരണേന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മാറി നിന്നിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് ഇവരെ ഒബ്സർവ് ചെയ്ത് തുടങ്ങി. സത്യം പറയാലോ, എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ വൈഫിനെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എനിക്ക് മിസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഹിമാചലിൽ പോയി, ഞാൻ അവിടെ എക്സ്പ്ലോർ ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ്. എത്ര ദിവസം യാത്രയായിരുന്നു? ഞാനതൊരു 5 days. അപ്പോൾ ഞാൻ മിസ് ചെയ്തു. ഞാൻ അവിടെ പോയപ്പം എനിക്ക് അവരെയും കാണിക്കണമെന്നുള്ളത് ആഗ്രഹം. മിസ് ചെയ്യുക എന്ന് പറയുന്നത് ഇവരെ കണ്ടപ്പോൾ എനിക്ക് അവരെയും കൂടെ ഇവിടെ കൊണ്ടുവരണം. എൻ്റെ ഒരു ഫ്രണ്ടിന് അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്, ജുമാൻജി എന്ന് പറയുന്ന ഹോം. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ്. ഞാൻ പറയുന്നത് മണാലിയിൽ ഹലാൻ എന്ന് പറയുന്ന വില്ലേജിൽ ഉള്ള ഒരു ഹോം സ്റ്റേ ആണ്. എൻ്റെ സുഹൃത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ ഞാൻ പോയാൽ അവിടെയാണ് കൂടുതലും താമസിക്കാറ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ട്രഡീഷണൽ ഭക്ഷണം,
ട്രഡീഷണൽ കോസ്റ്റ്യൂംസ്, നല്ല സ്വഭാവമാണ്. വരുന്ന ആൾക്കാരെ വളരെയധികം സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി അവർ നമ്മളെ നാട്ടുകാരുടെ. അപ്പം അതൊക്കെ വളരെയധികം ഇഷ്ടമായി. പിന്നെ അവർ പോയി, ഈ ഫാമിലി എൻ്റെ അടുത്ത സ്ഥലത്തേക്കാണ് പോയത്. എൻ്റെ ആ സമയത്തുള്ള യാത്രകൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നു. പിറ്റേ വർഷം, അതായത് കഴിഞ്ഞ വർഷം ഞാൻ അതേ ഡേറ്റിൽ ഞാൻ വീണ്ടും തിരിച്ച് ഹിമാചലിൽ പോയി. അപ്പോൾ എൻ്റെ വൈഫും മക്കളെയും കൂടെ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഉള്ള അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഞാൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ അന്ന് ചെന്നപ്പോൾ, ഞാൻ ഒറ്റയ്ക്ക് പോയ സമയത്ത് സ്നോഫോളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഫാമിലി ആയിട്ട് പോയപ്പോൾ ഞാൻ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന അന്ന് വന്നില്ല. പക്ഷെ ഞാൻ ഇത്തവണ ഞാൻ പോയപ്പോൾ ഞാൻ വണ്ടിയിൽ ഇറങ്ങി ആ സമയം തൊട്ട് സ്നോഫോൾ ഭയങ്കരമായിട്ട് എനിക്ക് വെൽക്കം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മണ്ണിലേക്ക് ഞങ്ങളെ വെൽക്കം ചെയ്തു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഭയങ്കരമായിട്ട് കഴിഞ്ഞ യാത്ര വളരെയധികം ഇഷ്ടം. ഞാൻ പിന്നെ ഞാൻ പൊതുവെ ഒറ്റയ്ക്ക് പോകുന്നതിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് യാത്ര പോകാൻ ആഗ്രഹിച്ചു. എന്നാലും ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമല്ല എന്നല്ല, എന്നാലും ഞാൻ അവരെയും കൂടെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിച്ചു. ഈ 2 യാത്രകൾക്കും 2 രീതികളാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ പറയുന്ന പോലെ ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്നതും ഒക്കെ മാറും. ഇപ്പൊ നമ്മുടെ ഫാമിലി കൊണ്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അവരെ കെയർ ചെയ്യണം, കുറച്ചും കൂടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രകൾ പോകുമ്പോൾ പരമാവധി അല്ല, ഞാൻ ഭയങ്കരമായിട്ട് ചെലവ് ചുരുക്കി യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ചെറിയ വീട്ടിലൊക്കെ താമസിച്ച് അവർ തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് നൈസായിട്ട് അങ്ങ് പോകും. അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല ആൾക്കാരെ കാണാൻ പറ്റും. വേറൊരു തരത്തിലുള്ളൊരു ജേണി ആയിരിക്കും, സർവൈവൽ ജേണിയൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റും. മിനിമൽ. അതെ, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു യാത്രകളായിരിക്കും അങ്ങനെ പോകുമ്പോൾ. ഈ സിനിമ ഫീൽഡ് വന്നതിന് ശേഷം ഉള്ള യാത്രകളും ഈ പഴയ യാത്രകളും അതിപ്പോൾ ഒന്ന് ആലോചിക്കുമ്പോൾ എങ്ങനെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടോ? അതോ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. മിനിമൽ യാത്രകൾ ഇഷ്ടമെന്ന് പറഞ്ഞു, എന്നാൽ പോലും നമുക്ക് പുറത്ത് പോകണമെങ്കിലും അങ്ങനെ എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അന്നത്തെ കാലത്ത് നടത്തിയ ചെറിയ യാത്രകളുണ്ടല്ലോ, അതിനൊരു പ്രത്യേക സുഖമുണ്ടല്ലോ പണ്ട് നടത്തിയത്. എനിക്ക് സിനിമയിൽ വന്നിട്ട് പോയ യാത്രകളെക്കാട്ടി ഇഷ്ടം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള കുഞ്ഞു യാത്രകൾ തന്നെയാണ്. ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന കുറേ യാത്രകൾ ഉണ്ടാവും. ജീവിതത്തിൽ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് അത് സമാധാനം കിട്ടാൻ വേണ്ടി പോകുന്ന യാത്രകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള യാത്രകൾ തന്നെയാണ് എൻ്റെ ഓർമ്മയിൽ എപ്പോഴും എനിക്ക് വളരെയധികം ഒരു തിങ്ങി നിൽക്കുന്ന യാത്രകൾ അതൊക്കെ തന്നെയായിരിക്കാം. പക്ഷേ സന്തോഷം രണ്ടാണ്. അപ്പോഴുള്ളൊരു സന്തോഷമായിരിക്കില്ലല്ലോ ഇപ്പം നമുക്ക് കിട്ടുന്ന സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെ കൂടുതലും ഓർമ്മകളിൽ നിൽക്കുന്നത് അങ്ങനെയുള്ള യാത്രകളായിരിക്കും. സാഹചര്യങ്ങൾ കൊണ്ട് ഉള്ളൊരു യാത്രകളുണ്ടല്ലോ നമ്മളെ, ഇല്ലേ, കുറച്ച് പരിമിതികൾക്കുള്ളിൽ നിന്നുള്ള യാത്രകളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. യാത്രകൾ എന്ന് പറയുമ്പോഴേ ഇപ്പം ഒരുപാട് നല്ല യാത്രകൾ പറഞ്ഞു, പക്ഷെ എപ്പോഴും യാത്രകൾ സന്തോഷമായിരിക്കില്ലല്ലോ. തരുന്ന യാത്രകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും യാത്രകളുണ്ടോ? കാലടിയിൽ പഠിക്കുന്ന സമയത്തായിരുന്നല്ലോ അങ്കമാലി ഡയറ്റ്സിലേക്ക് എത്തുന്നത്. അപ്പം അങ്കമാലി ഡയറ്റ്സിലേക്ക് എത്തിയിട്ട് ഞാൻ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ആരംഭിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മാമ്മ മരിച്ചു പോയത്. അമ്മാമ്മ മരിച്ചു, വയ്യാണ്ട് കിടക്കുകയായിരുന്നു. അപ്പം അതിനും ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു മാസം മുമ്പേയൊക്കെ തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, വീട്ടിൽ ഉണ്ടായിരുന്നു. ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അവിടെ നിന്ന് അമ്മാമ്മയെ കണ്ട് നമ്മൾ അവരുടെ ആശീർവാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് കോളേജിലേക്ക് എത്തിയിട്ട് ഷൂട്ടിനെ ജോയിൻ ചെയ്തു. ഷൂട്ട് തുടങ്ങിയിട്ടില്ല, പക്ഷേ സ്ക്രിപ്റ്റ് റീഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ആ സമയത്താണ് അമ്മാമ്മയ്ക്ക് മരണം സംഭവിച്ചത്. അന്നേരം ഞാൻ ഭയങ്കര ഷോക്കായിരുന്നു, വളരെയധികം വിഷമത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് എൻ്റെ ഒരു ട്രെയിനിലാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നത്. നമുക്ക് അപ്പോൾ ആ സമയത്തെ നമുക്ക് ട്രെയിനിൽ ഇങ്ങനെ യാത്രകൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിലെ നമ്മളെ അമ്മാമ്മ കൊണ്ട് നടന്നതും നമ്മൾ കൊണ്ട് കിടന്ന കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു തന്നതും ആഹാരം വാങ്ങി തന്നതും എന്തെങ്കിലുമൊക്കെ നമ്മൾ വാശി പിടിക്കുമ്പോൾ വഴക്ക് പറയുന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ പല 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 ഫ്രെയിമുകളായിട്ട് ഇങ്ങനെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വന്നിട്ടുണ്ട്. അപ്പം അതൊരു പക്ഷേ ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കര സങ്കടമായിട്ട് കരഞ്ഞുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു അത് ജീവിതത്തിൽ. ഒരേ റൂട്ടാണ്, ട്രെയിനാണ്, പക്ഷെ നമ്മൾ വേറെ. അതെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റെയിൽവേയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്തുള്ള എൻ്റെ ആ യാത്ര എന്ന് പറയുമ്പം നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, മൊബൈൽ ഭയങ്കര ശബ്ദമായിരിക്കുമല്ലോ, അപ്പം ഈ റേഞ്ചും ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിക്കാനായിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
അതും എൻ്റെ ഓർമ്മയിൽ ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. ഏറ്റവും കൂടുതൽ വിഷമം തരുന്നൊരു യാത്ര എന്ന് പറയുന്നത് അമ്മാമ്മയുടെ മരണം അറിഞ്ഞിട്ട് അങ്കമാലിയിൽ നിന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്ക് പോയൊരു വിഷയം ഭയങ്കര സങ്കടമായിരുന്നു. അതിനുശേഷം അടക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് ഞാൻ ലൊക്കേഷനിലേക്കാണ്, അങ്കമാലി ഡേറ്റ്സിലെ സെറ്റിലേക്കാണ് പോയത്. അപ്പം അതൊരു വളരെ സങ്കടം തരുന്നൊരു യാത്ര തന്നെ. പിന്നെ പ്രത്യേക ഒരു മുഹൂർത്തമാണല്ലോ, ജോലി ആദ്യമായിട്ടൊരു സിനിമ കിട്ടുന്നു. അയ്യോ, ഭയങ്കര ഷോക്കായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് മുഖത്ത് മേക്കപ്പ് ഇടുന്ന തൊട്ട് മുമ്പ് വരെ എൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു. എനിക്ക് ഓർത്തു. കാര്യം ഞാനും നന്നായി കാണണം, ഞാനൊരു സിനിമയിലൊക്കെ അഭിനയിക്കണം, ഞാൻ നല്ല രീതിക്ക് ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരാളായിരുന്നു അമ്മാമ്മ. പക്ഷെ ആ ഭാഗ്യം അമ്മാമ്മയ്ക്ക് മാത്രമാണ് ഇല്ലാണ്ടായത്, ബാക്കി എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടി. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മാമ്മ ഇത് കാണണം, സിനിമ റിലീസാകുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴുള്ള എൻ്റെ വളരെ സന്തോഷകരമായ ജീവിതത്തിൽ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടി ഒരാൾ ജീവിതത്തിലേക്ക് പെട്ടെന്ന് മരിച്ച ഒരാൾ ദൈവം മുമ്പിൽ വന്നിട്ട് എനിക്കൊരാൾ ആരെ വേണം എന്ന് ചോദിച്ചാൽ ഞാൻ അവരെ പറയുള്ളൂ. കാര്യം എൻ്റെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു എൻ്റെ ജീവിതത്തിൽ എന്നെ കൂടെ നിന്നൊരാളാണ്, സപ്പോർട്ട് ചെയ്ത് ആ ഒരു സമയത്തൊക്കെ. അതെ അതെ, തീർച്ചയായും. എന്നാൽ വീട്ടിലൊന്ന് ഈ ഒരാൾ നാടകത്തിന് കളിക്കാൻ പോകുന്ന പറയുമ്പോൾ ഒരു ബാക്കി എല്ലാവരും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നീ ഇങ്ങനെയെങ്കിലും രക്ഷപ്പെടും, നിൻ്റെ ഒരു ഇഷ്ടം എങ്ങനെയാണെങ്കിൽ അങ്ങനെ. എനിക്ക് ഒരുപാട് പൈസ വന്നിട്ടുണ്ട്, ഒരുപാട് എൻ്റെ ഇഷ്ടപ്പെടുന്ന എനിക്ക് എന്തും വാങ്ങിത്തരികയും വഴക്കു പറയും. ആദ്യം നമ്മൾ ചോദിക്കുമ്പോൾ ഒത്തിരി വഴക്കു പറഞ്ഞാലും എന്നെ ഒരുപാട് സ്നേഹിക്കുകയും എനിക്ക് ഒരുപാട് എനിക്ക് എന്നെ വളർത്തി വലുതാക്കിയ ഒരു ആളാണ് ഈ അമ്മാമ്മ. എനിക്ക് അമ്മാമ്മയോട് ഭയങ്കര സ്നേഹമാണ്, അമ്മയുടെ അമ്മ. അപ്പം അതാണ് എനിക്ക് ഏറ്റവും വിഷമം തന്നൊരു യാത്ര. ഒരുപക്ഷെ ഞാൻ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന എൻ്റെ സിനിമയ്ക്ക് ശേഷമുള്ള എൻ്റെ എല്ലാ നന്മകൾക്കും ഒരുപക്ഷെ അമ്മാമ്മയുടെ ഒരു അനുഗ്രഹവും അതൊക്കെ ഉണ്ടാവേണ്ടതാണ്. അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ കോളേജ് കാലഘട്ടം ഇവിടെ കാലടി ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു അടിപൊളിയായിരുന്നു. ഏറ്റവും നല്ല അനുഭവങ്ങളെന്ന് പറയുന്നത് കാശ് കാണില്ല, ആരുടെ കയ്യിലും കാശ് കാണില്ല. വണ്ടിക്കാശില്ലാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് എത്തിപ്പെടും. എന്നിട്ട് അവിടെ നാടകം ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് കാശ് കളക്ട് ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്ത വണ്ടി കയറി അടുത്ത സ്പോട്ടിൽ അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഒരു നാടകത്തിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് നാടകങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ചില ഗ്രാമങ്ങളിലൊക്കെ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു പ്ലേ ചെയ്യേണ്ടി വരും. എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഒത്തിരി നാടകങ്ങൾ ചെന്നിട്ട് പെട്ടുപോയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പോയിട്ട് അങ്ങനത്തെ ഒരു കഥ എന്തായാലും അങ്ങനത്തെ ഒരു ഏറ്റവും എടുത്ത് പറയുന്ന നാടകം പണ്ട് മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനി അറിയാമല്ലോ, മഹീന്ദ്രയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു നാടകം ചെയ്യണം. അപ്പോൾ അത് 2 പേർക്ക് നാടകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതിലിപ്പോൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ NSD നിന്ന് പഠനം കഴിഞ്ഞ് ഇറങ്ങി. അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാനും അവനും കൂടി നാടകം ചെയ്യാൻ തീരുമാനമെടുത്തു. ഞങ്ങൾ ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിലാണ് ഞങ്ങളുടെ യാത്ര. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ സ്പോട്ടിലും നിർത്തി ബൈക്കിൽ പോവും. ബൈക്കിൽ, അതായത് ഞങ്ങൾ ആദ്യമേ തന്നെ ലൈറ്റ് വണ്ടി പോവും. ഒരു ലൈറ്റ് വണ്ടി കാണും, ഈ ഡിസ്പ്ലേ, ഈ പ്രോഡക്റ്റിൻ്റെ ഡിസ്പ്ലേ വണ്ടി കാണും. ആ വണ്ടി നേരെ ഏതെങ്കിലും ജംഗ്ഷനിൽ കൊണ്ട് നിർത്തും. തിരുവനന്തപുരം ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഒരു 3-4 സ്ഥലങ്ങളിൽ കാണും. എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് അടുത്തത് കൊല്ലം ജില്ല, അങ്ങനെ അവിടെ കുറേ സ്ഥലം ബൈക്കിൽ. അപ്പം ഈ വണ്ടിക്കൊപ്പം ആദ്യം നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിരുന്നില്ല. ഏത് പിന്നെ ഞങ്ങൾക്ക് പുറകെ ഇവർക്ക് എത്തിപ്പെടാൻ ഭയങ്കര പാടായിരുന്നു. സ്പ്ലെൻഡർ ഞങ്ങൾ ഒത്തിരി ദൂരം ഈ സ്പ്ലെൻഡർ ബൈക്കിൽ ഞാനും എൻ്റെ സുഹൃത്ത് അതിലും കൂടി യാത്ര ചെയ്തു. അങ്ങനെ എനിക്ക് ഓർമ്മിച്ചിട്ടാണെങ്കിൽ ഒരു ദിവസം ആലപ്പുഴ സൈഡിലാണെന്ന് തോന്നുന്നു, ഉറക്കം വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ഈ ബാഗൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഉറക്കം വന്നു പോയി, കുറച്ചേരം ഉറങ്ങിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് കിടന്നു. കണ്ണൂർ നോക്കുമ്പോൾ ചുറ്റും പോലീസുകാർ. ഞങ്ങളെന്തോ ഒരു കള്ളന്മാരാണ്, കാരണം ഞങ്ങളെ കണ്ടിട്ട് താടിയും മുടിയൊക്കെ വളർത്തി. അതിലാണെങ്കിൽ ഏകദേശം നല്ല മുടിയൊക്കെ ഉണ്ട്. ഭയങ്കര പ്രശ്നമായി, നിങ്ങളെന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഞങ്ങൾ നാടകക്കാരാണ്, നാടക വിദ്യാർത്ഥികളാണ്, ഇദ്ദേഹം ഇവിടെയാണ് പഠിക്കുന്നത്, ഞാൻ ഇന്ന നാടക അധ്യാപകനാണ്, അപ്പം ഇന്ന് നാടകം ചെയ്യാൻ വേണ്ടി പോവാണ്, വണ്ടി പോയി എന്നിട്ട് പറഞ്ഞിട്ട് വിശ്വസിക്കില്ല. പക്ഷേ പിന്നെ ഞങ്ങൾ ആ രാത്രി ലൈറ്റ് വണ്ടി, ഞങ്ങളെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരെ വിളിച്ചു, അവരുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ ID കാർഡൊക്കെ കാണിച്ചിട്ടാണ് അവിടെ നിന്ന് പോകാൻ സാധിച്ചത്. അപ്പം അങ്ങനെയൊക്കെയുള്ള രസകരമായ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, നമ്മുടെ നീലാകാശത്തിലെ ആ സീനൊക്കെ ഓർമ്മ വരും. അവർ പോയി കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ തോക്ക് കൊണ്ടുവരുന്ന ഇത് അതിലും ഞാനുമായിട്ടാണ് ബൈക്കിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് നാടകങ്ങൾ ചെയ്യാനായിട്ട്.
ചില സ്ഥലങ്ങളിൽ നിന്ന് ആ വണ്ടി സ്റ്റാർട്ട് ഈ ബൈക്കിനും ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറും എൻ്റെ. അപ്പം അതൊക്കെ ഭയങ്കര രസകരമായിരുന്നു ആ സമയത്തൊക്കെ. തിരുവനാടകം കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഈ ട്രാവൽസുകളിലൊക്കെ അല്ലേ. ഈ നാടകം ബൈക്കിലാണ് ഞങ്ങൾ യാത്ര ചെയ്ത് മുഴുവൻ സമയം കംപ്ലീറ്റ് ചെയ്ത് ആ ബൈക്കിലായിരുന്നു. ഞാനായിരുന്നു ബൈക്ക് ഓടിക്കുന്നത്. അതെ, കുറേ ലഗേജ് ഒക്കെ വെച്ച് കിട്ടി, പ്രോപ്പർട്ടിയും കോസ്റ്റ്യൂം ഒക്കെ വെച്ച് കിട്ടി. അതിലാണ് താമസമൊക്കെ ഈ പറയുന്ന വഴിയിൽ കിടക്കും അതോ അവർ എത്തുമ്പോൾ നമുക്ക് ഹോട്ടലിൽ, ഇല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ ഉറങ്ങാൻ സ്ഥലമുള്ള അവിടെ കിടന്നിട്ടൊക്കെ അങ്ങ് പോകും. അപ്പോൾ യാത്രകളിൽ ഭക്ഷണം എങ്ങനെയാണ്? ഇത് യാത്രകളെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഭക്ഷണം, ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ വെറൈറ്റി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ എന്താണോ ഉണ്ടാക്കുന്നത് അത് തേടി കണ്ടുപിടിച്ച് കഴിക്കും. ഇപ്പം അതെ, ആ നാടിൻ്റെ ഒരു സ്വഭാവത്തിൽ വരുന്ന ഭക്ഷണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡി അല്ല, അങ്ങനെ കണ്ടമാനം വാരി കഴിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. എന്നാലും അവിടുത്തെ എന്തെങ്കിലും തരത്തിൽ, ഇപ്പോൾ ചെന്നൈ കൂടുതൽ തമിഴ് പടങ്ങളാണ് ചെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ വെറൈറ്റി ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഹിമാചൽ യാത്രകളിൽ പോകുമ്പം അറിയാമല്ലോ, അവിടുത്തെ വെറൈറ്റി ഭക്ഷണങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭക്ഷണങ്ങളെ കുറിച്ച് ഞാൻ ഇവിടെ വീട്ടിൽ ഒന്ന് പറയും എല്ലാവരുടെ അടുത്തും. ഞാൻ അവിടെ പോയപ്പോൾ അങ്ങനെ ഇത് കഴിച്ചു, ഇവിടെ പോയപ്പോൾ ഇങ്ങനെ കഴിച്ചു. അപ്പോൾ അവർക്ക് അതിശയം. അടുത്ത തവണ കൊണ്ടുപോകുമ്പോൾ അവർക്കും പോയി. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് മധുരയിൽ പോയി. മധുരയിലൊരു ഷൂട്ടിന് വേണ്ടി പോയപ്പം അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഭക്ഷണത്തിന്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ മധുരയിലൊക്കെ ഷൂട്ടിന് പോയിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോഴാണ് ഇത്രയധികം ഭക്ഷണങ്ങളുള്ള ഒരു വെറൈറ്റി ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റി എനിക്ക്. ഈ മറ്റേ ഇതുണ്ടല്ലോ ജിഗർദണ്ഡ, മധുരയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ട് ജിഗർദണ്ഡ. കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ജിഗർദണ്ഡയൊക്കെ എനിക്ക് ആദ്യം ഞാൻ കഴിച്ച അവിടെ നിന്നാണ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി സംഭവം. പിന്നെ ഞാൻ മിക്ക സമയങ്ങളിലും ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴിക്കൊക്കെ ജിഗർദണ്ഡ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അതുപോലെ മട്ടൻ്റെ ഒരു ഫേമസ് മട്ടൻ രക്ഷയില്ല കേട്ടോ. മധുരയിൽ മട്ടൻ കറി, മട്ടൻ ചാപ്സ് ഒന്നും രക്ഷയില്ല, നല്ല അതെ എല്ലാം മധുരയിൽ അടിപൊളി ഫുഡുണ്ട്. ഈ ഇടയ്ക്കും കൂടി ഞാൻ പോയതേ ഉള്ളൂ. അതിൽ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ, ഭക്ഷണം മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഒരു പോക്ക് വേണമെങ്കിൽ പോകാം. അതെ എല്ലാ നാട്ടിൽ പോയാലും അവരുടേതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. വീട്ടിൽ നിന്ന് അച്ചാർ കൊണ്ടുപോകണ ശീലമില്ല. വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ വീട്ടിൽ തന്നെ വരണം. യാത്രകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. പണ്ട് അമ്മൂമ്മയുടെ വിരൽ തൂങ്ങി പിടിച്ച് പോയ ഒരാള്, പിന്നെ ഒരു സുസുക്കി മേടിച്ച് കറങ്ങിയ ആള്, പിന്നെ ഈ പറയുന്ന നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞ സ്പ്ലെൻഡറിലത്തെ കഥ, അത് ട്രെയിൻ, ബസ്സുകൾ യാത്രകൾ, അതങ്ങനെ ഈ ഡിഫറെൻറ്റ് മോഡുണ്ട് യാത്രകളിൽ. അതിൽ ഇപ്പം എങ്ങനെയാണ് യാത്രകൾ? ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയം ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് പരമാവധി ഫാമിലിയും കൊണ്ട് എൻ്റെ കാറിൽ തന്നെയായിരിക്കും കൂടുതലും യാത്ര. ഡ്രൈവർ ഉണ്ടായിരിക്കുള്ളൂ, ഞാൻ തന്നെയായിരിക്കും ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പം ഒരു സ്ഥലത്ത് പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും നിർത്തുകയും അവിടുത്തെ ഇപ്പോൾ കൂടുതലും ഞാനും വൈഫും ഫാമിലിയും കൂടെ ഈ മൂന്നാർ റൂട്ടും അവിടെയൊക്കെ കാറിൽ പോകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നിർത്തും. കാരണം ഇഷ്ടപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും നിർത്തി അവിടെ എക്സ്പ്ലോർ ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു യാത്രയുടെ സുഖം ഞാൻ കണ്ടെത്തുന്നത്. അവർക്കൊപ്പം ഉള്ള യാത്രകൾക്കാണ് സുഖം കണ്ടത്. കൂടുതലും കാറിൽ തന്നെയായിരിക്കും യാത്ര. കുറച്ച് ലോങ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ട്രെയിനും ഫ്ലൈറ്റൊക്കെ നമ്മൾ ഓപ്ഷൻ എടുക്കുകയുള്ളൂ. ഞാൻ കേരളത്തിനകത്താണെങ്കിൽ കൂടുതലും കാറിൽ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ യാത്രകൾ ചെയ്യുന്നത്. ഇപ്പോൾ സിനിമ നടനൊക്കെ അതിന് ശേഷമുള്ള യാത്രകളിൽ ആരാധകർ വരുന്നു, അതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യാണോ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ യാത്രകളിൽ ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ആരും വന്നില്ലെങ്കിലാണ് എനിക്ക് സങ്കടം. വരണം, വന്ന് ഫോട്ടോ എടുക്കണം, പുതിയ സിനിമാ വിശേഷങ്ങൾ അന്വേഷിക്കണം. അവരുടെ ആ കിട്ടുന്നൊരു സ്നേഹം വലിയ കാര്യമാണ്. ഒരു പരിചയമില്ല സ്ഥലത്തൊക്കെ പോകുമ്പോൾ, ഞാൻ ഇപ്പോൾ ഹിമാചൽ പോയപ്പോൾ തന്നെ മലയാളികളൊക്കെ അവിടെ കൂടുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാ സ്ഥലങ്ങളിലും മലയാളികളുണ്ട്. മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം എന്നെ അറിയണം, എന്നെ സ്നേഹിക്കണം, എന്നെ മനസ്സിലാക്കി എൻ്റെ അടുത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതെനിക്കൊരു പ്രശ്നമേ അല്ല. അത് വന്നില്ലെങ്കിലാണ് എനിക്ക് വിഷമം വരുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് വളരെ അർജൻറ്റായിട്ട് ഒന്ന് തിരുവല്ല വരെ പോയിട്ട് ആവശ്യം. നമ്മുടെ എറണാകുളത്തും തിരുവല്ല വരെ. അപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ മടിയായതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തുകയും വേണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ കയറി, സ്ലീപ്പറിൽ കയറി. അപ്പം TTR വന്നു. ഞാൻ പറഞ്ഞു, അയ്യോ എന്താ ഇവിടെ നിൽക്കണേ, എന്താ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വളരെ അത്യാവശ്യം തിരുവല്ല എത്തണം, എൻ്റെ വണ്ടി അവിടെ കിടക്കണം. ഞാൻ എന്നിട്ട് സ്ലീപ്പറിൽ യാത്ര ചെയ്തു. അപ്പോൾ അത് ചുറ്റുമുള്ളവർ പതുക്കെ മനസ്സിലാക്കി ഞാനാണെന്നിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ TTR സാർ വേണമെങ്കിൽ നമുക്ക് AC-ലോട്ട് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട ഞാൻ സേഫ് കംഫോർട്ടാണ്, ഇവിടെ തന്നെ ഇന്ന് യാത്ര ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് തിരുവല്ല വരെയും സംസാരിച്ചു, പാട്ടൊക്കെ പാടി, കഥകളൊക്കെ പറഞ്ഞ് യാത്ര ചെയ്തു. തിരിച്ചും അങ്ങനെ തന്നെയാണ് വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സാധാരണ യാത്രകൾ ഒരുപാടധികം
ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. ഇപ്പം അങ്ങനെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഓട്ടോറിക്ഷയിലൊക്കെ യാത്ര ഉണ്ടെന്ന് ഒത്തിരി ഇഷ്ടമുണ്ട്. ഞങ്ങൾക്ക് ഓട്ടോ ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ ഓട്ടോറിക്ഷ കാറൊക്കെ മേടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ടുള്ളതും വന്നിട്ടുള്ളതൊക്കെ. ഈ യാത്രകളിൽ നിന്ന് കിട്ടുന്ന മുഖങ്ങളുണ്ടല്ലോ, അതെപ്പോഴെങ്കിലൊക്കെ ഈ അഭിനയത്തിനും ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടും നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും യാത്രയിൽ. നമ്മൾ എല്ലാത്തിൻ്റെയും കുറച്ച് അർത്ഥങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പം ഭക്ഷണമാണെങ്കിലും മറ്റെന്തിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സോളോ ട്രിപ്പുകൾ ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്നൊരു ഇൻസിഡൻറ്റിലാണ് ഞാൻ എൻ്റെ ഫാമിലിയും കൂടെ കൂട്ടണം എന്നുള്ള എനിക്കൊരു തോന്നലുണ്ടാവുകയും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവരെ മിസ് ചെയ്തു എനിക്ക് ഒത്തിരി. ഒരു ന്യൂ ഇയർ സമയമായിരുന്നു, ഒരു പുതുവർഷ തുടങ്ങുന്നൊരു സമയവും കൂടെയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ എൻ്റെ സന്തോഷം കിട്ടാനായിട്ട് ഞാൻ പോയി. അപ്പം അവർക്ക് അവിടെ ഞാനുള്ളതാണ്, അവർക്കൊപ്പം ഞാനുള്ളതാണ് അവരുടെ സന്തോഷം. അത് തിരിച്ചറിയുക, അങ്ങനെ കുറേ തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാവും നമ്മളെ സോളോ യാത്രകളിൽ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും യാത്രകൾ ചെയ്യണം. നമുക്ക് വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എപ്പോഴും നമ്മൾ യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇനിയും ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യാൻ പ്ലാനിങ് ഉണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ എന്തായാലും ഒരു കുറേ യാത്ര പ്ലാനുകൾ കാണും, ട്രാവൽ പ്ലാൻസ്. അപ്പോൾ അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്തെങ്കിലും ഉണ്ടോ ലിസ്റ്റിൽ, ബക്കറ്റ് ലിസ്റ്റ്? ഒരുപാട് സ്ഥലങ്ങളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ലോകം മുഴുവൻ ചുറ്റിക്കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇപ്പം ഹിമാചലൊക്കെ പോയി കുറേ കറങ്ങി നടന്നു. പിന്നെ അതല്ലാതെ വേറെ ഏതെങ്കിലും രാജസ്ഥാനിൽ എനിക്ക് ഒരു പോവേണ്ട ഒരു ഇതുണ്ടായി. രാജസ്ഥാനിൽ പോയി, അപ്പോൾ അവിടെ കുറേ കറങ്ങാനൊക്കെ പറ്റി. ഇനി ഫാമിലിയുമായിട്ട് ഇനി ഈ പറഞ്ഞ കാണാത്ത സ്ഥലങ്ങൾ പോകണം. നേപ്പാളിലൊക്കെ പോകണം എന്നല്ല ആഗ്രഹമുണ്ട്. നേപ്പാളിലൊക്കെ പോകണം, അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഫാമിലിക്കൊപ്പം. ഒറ്റയ്ക്ക് പോകാനുള്ള അവസരങ്ങൾ വന്നാൽ ഒറ്റയ്ക്ക് പോകും, പക്ഷെ കൂടുതൽ സമയം എനിക്ക് ഇഷ്ടം ഇവർക്കൊപ്പം പോകുന്നതായിരിക്കും. അതിലൊരു ഡൗട്ട്, ഈ അപ്പാനി എന്നുള്ള പേരും ആ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കണ്ട, ഏതെങ്കിലും യാത്രയിൽ കണ്ട ഏതെങ്കിലും ഒരു ആളാണോ അതോ? ഒരിക്കലുമില്ല. ഞാൻ നമുക്ക് വളർന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള റോ ആയിട്ടുള്ള കുറേ അധികം ആൾക്കാരെ എനിക്കറിയാം, കുറേ ആൾക്കാരെ പരിചയമുണ്ട്. അപ്പം കണ്ടതും കേട്ടതൊക്കെ വെച്ചിട്ടുള്ള സാധനമാണല്ലോ, സ്വന്തം ക്രിയേഷൻ ആണല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ ഒരു സ്വഭാവത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയല്ല. അതിന് സിനിമ ഇറങ്ങിയ ശേഷം പലരും അങ്ങനെ വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു അഭിനയം, അതിലെ ഡെഡിക്കേഷൻ എല്ലാ ആൾക്കാരും വിചാരിച്ചു ഞാൻ ഇനി യഥാർത്ഥ ഏതെങ്കിലും വല്ല ഗുണ്ടയാണോന്നൊക്കെ വിചാരിച്ചു. ഒരിക്കലും അല്ല. ഒരു പാവം നാടകക്കാരൻ ജീവിക്കാൻ വേണ്ടി നാടകം കളിച്ച് സിനിമയിലേക്ക് എത്തിയ ഒരാളാണ്. പക്ഷെ ഞാൻ നോക്കാറുണ്ട് എല്ലാ ആൾക്കാരെയും ഞാൻ നോക്കാറുണ്ട്. എനിക്ക് യാത്രകളിലൊക്കെ ഒബ്സർവേഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. അത് വേണം. ആക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ നല്ലൊരു എല്ലാവരെയും നിരീക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ മാൻഡ്രസങ്ങളും കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കണം. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം തന്നെ ചേട്ടൻ തന്നെ ഞാൻ കുറച്ച് നേരമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന ആൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ശരത്തിൻ്റെ ലൈഫിൽ ഒരുപാട് യാത്രകൾ, അത് സിനിമ ലൈഫിലാവട്ടെ, മറ്റുള്ള യാത്രകളാവട്ടെ, ഫാമിലി ആയിട്ടുള്ള യാത്രകളാവട്ടെ, എല്ലാ യാത്രകളും തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് സിനിമകൾ. തീർച്ചയായും അത് തന്നെയാണ്, നമുക്ക് ഒരിടത്തും നിർത്താതെ യാത്ര ചെയ്യട്ടെ കുറേ നാൾ, അല്ലേ? എൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. അത് എല്ലാ തരത്തിലുള്ള യാത്രകളും ആസ്വദിക്കണം നമ്മൾ. ഇപ്പം ഒരു ടൂർ പ്ലാൻ ചെയ്ത് പോകുന്നതിനപ്പുറത്തേക്ക് നമ്മളെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ഘട്ടങ്ങളുണ്ട്. അതും നമ്മളെ ഒരു യാത്രകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടി പോകുന്നതാണെങ്കിലും മറ്റെന്ത് കാര്യത്തിന് വേണ്ടി പോകുന്നതാണെങ്കിൽ പോലും അപ്പം ഒരിക്കലും നിൽക്കാതെ യാത്രകൾ ചെയ്യാൻ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. ഓരോ യാത്രകളിലും നല്ല നല്ല അനുഭവങ്ങളെല്ലാം മനുഷ്യർക്കും കിട്ടട്ടെ. എനിക്ക് തോന്നുന്നു അങ്ങനെ യാത്രകൾ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടിയൊക്കെ നമുക്ക് നല്ല നല്ല തിരിച്ചറിവുകൾ ഉണ്ടാവും ചെറുപ്പക്കാർക്ക്. ഇപ്പോൾ ഒരുപാട് പേര് യാത്രകൾ ചെയ്യുന്നുണ്ട്. സേഫായിട്ട് യാത്ര ചെയ്യുക. യാത്രകൾ ജീവിതത്തിൽ സന്തോഷം തരുന്നതായിരിക്കും, മാറട്ടെ. സേഫ്, അതാണ് ഏറ്റവും നോക്കേണ്ടത്. പല പ്രശ്നങ്ങളൊന്നും പെടാതെ സേഫായിട്ടുള്ള യാത്രകൾ ചെയ്യാൻ ആസ്വദിക്കാൻ ശ്രമിക്കുക. അത് തന്നെയാണ് എനിക്ക് എല്ലാ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും പറയാറുള്ള മെയിനായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. റൂൾസ് മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പോകരുത്, അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. ബൈക്കിലാണ് യാത്ര ചെയ്യുന്നതാണെങ്കിൽ ഓവർ സ്പീഡ് പാടില്ല. റൂൾസ് പാലിച്ചു കൊണ്ടുള്ള യാത്രകളായിരിക്കണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അതെനിക്ക് ഇപ്പോൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറയാറ്. നമ്മൾ ഒരുപാട് ദൂരമൊക്കെ യാത്ര പോകുമ്പോൾ നമ്മളെ കാത്ത് ആരൊക്കെയോ നമ്മളെ വീട്ടിലിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. അവർ തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിലാണ് അവർ നമ്മളെ പറഞ്ഞു വിടുന്നത്.
അപ്പോൾ നമ്മൾ പോയി നമ്മൾ നല്ല മനുഷ്യരായി ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. വളരെയധികം നമ്മൾ ശ്രദ്ധയോട് കൂടി വേണം നമ്മൾ യാത്രകൾ പ്ലാൻ ചെയ്യാനും പോവാനും വരാനും ഒക്കെ ചെയ്യേണ്ടത്. ശരത്തിന് നേരത്തെ പറഞ്ഞ പോലെ അപ്പാനി ശരത്തെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് അല്ല, ഇത് മാത്രമല്ല ശരത്തിൻ്റെ വേറൊരു ഫേസ് കാണിച്ചു കൊടുക്കാൻ നമ്മൾ ട്രാവൽ സ്റ്റൈലിൽ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ, ഒരുപാട് യാത്രകൾ ഉണ്ടാവട്ടെ, ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.